നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തെരഞ്ഞെടുപ്പ് ഏത് ദിവസവും പ്രഖ്യാപിക്കാം. പ്രധാന പദ്ധതികളുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും കഴിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയോടെ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 ഒഴിവിലേക്കും കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയമനം നടത്താം. ഇത് സംബന്ധിച്ച നിയമം കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് സർക്കാർ പാസാക്കിയത്. പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വലിയ പാർട്ടിയുടെ നേതാവ് എന്നിവ അടങ്ങുന്ന 3 അംഗ സമിതിയെ ഈ കമ്മീഷണർമാരെ നിയമിക്കാൻ അധികാരപ്പെടുത്തുന്നതാണ് നിയമം. ഇപ്പോഴത്തെ 2 ഒഴിവിലേക്കും കൂടുതൽ വിശ്വസ്തരെ നിയമിക്കാൻ സർക്കാരിനാകും. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് സ്വതന്ത്ര സംവിധാനം വേണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ പരിഗണിക്കവേ അരുൺ ഗോയലിന്റെ നിയമന കാര്യത്തിൽ സുപ്രീംകോടതി കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് 3 അംഗ സമിതി നിർദ്ദേശിച്ചുകൊണ്ടുള്ള സുപ്രധാന വിധിയിലും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അരുൺ ഗോയലിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വലിയ പാർട്ടിയുടെ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ താൽക്കാലിക സമിതിയായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. പിന്നീട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയെയും ഉൾപ്പെടുത്തി സമിതി നിർണയിച്ച് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരികയായിരുന്നു. ഇതിനു മുൻപ് 2 തവണ 1999-ലും 2009-ലും മാത്രമാണ് 3 അംഗ കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒഴിവുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അംഗങ്ങൾ വിരമിച്ചതിനാൽ അന്ന് ഒഴിവ് വന്നിരുന്നു. എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പായാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 15-നായിരുന്നു മറ്റൊരു കമ്മീഷണർ അനൂപ് പാണ്ഡെ വിരമിച്ചത്. അതേസമയം തമിഴ്നാട്ടിലെ ത്രികോണ പോരാട്ടം BJPക്ക് നേട്ടമാകുമെന്ന് സമത്വ മക്കൾ കക്ഷി അധ്യക്ഷനും നടനുമായ ശരത് കുമാർ. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന ബോധ്യം കാരണമാണ് NDAയിൽ ചേർന്നത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായി പ്രവർത്തിക്കുമെന്നും ശരത് കുമാർ പറഞ്ഞു. അതേസമയം തൃശൂരിൽ മത്സരം കടക്കുകയാണ്. സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയാവുന്ന മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി K മുരളീധരനുമാണ് എത്തുന്നത്. അതിനിടെ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റത്തിൽ അമർഷം രേഖപ്പെടുത്തി അഖില കേരള ധീവര സഭ ഇന്നലെ രംഗത്തെത്തി. ധീവര സമുദായക്കാരനായ പ്രതാപനെ മാറ്റിയെടുത്ത് സമുദായത്തിനകത്തെ മറ്റൊരാളെ പരിഗണിക്കാത്തതിലാണ് അഖില കേരള ധീവര സഭയ്ക്ക് അതൃപ്തി. സമുദായത്തിൽപ്പെട്ട 30 ലക്ഷം ആളുകളെ അവഗണിച്ചുവെന്ന് ധീവര സഭ ഓർഗനൈസിംഗ് സെക്രട്ടറി TV ജനാർദ്ദനൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയാണ് സമുദായത്തെ എന്നും പരിഗണിച്ചിരുന്നത് എന്നും സമുദായത്തിൽ ഒരാൾക്ക് സീറ്റ് അനുവദിച്ചതും കോൺഗ്രസ് ആണെന്നും അഖില കേരള ധീരവ സഭ അഭിപ്രായപ്പെട്ടു. നിലവിൽ ഒരു സീറ്റിലും പരിഗണിക്കാത്തത് കടുത്ത അവഗണനയാണ്. ആലപ്പുഴയിൽ പരിഗണിക്കണമെന്ന് അറിയിച്ചിട്ടും അവഗണിച്ചുവെന്നും അഖില കേരള ധീവര സഭ നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചെന്നും തൃശൂരിൽ K മുരളീധരനെ പിന്തുണയ്ക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നുവെന്നും ധീവര സഭ ഓർഗനൈസിംഗ് സെക്രട്ടറി TV ജനാർദ്ദനൻ പറഞ്ഞു.